ഇന്ന് പുലിക്കളി എന്ന് പറഞ്ഞ ആർപ്പോ ഇറോ ഇറോ ആർപ്പോ ഇറോ ഇറോ ആർപ്പോ. നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് കുറെ കരയേണ്ടവരും വേദനിക്കേണ്ടവരും റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങേണ്ടവരും ഭക്ഷണം ഉണ്ടാവില്ല. നിങ്ങളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച പൗലോ കൊയ്ലോ സാറ് പറയുന്ന പോലെ പ്രകൃതിയും ദൈവവും കൂടെ നിൽക്കുന്ന നമസ്കാരം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സീതാറാം ദേശത്തിലാണ്. ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മോടൊപ്പം ഉണ്ട്, മിസ്റ്റർ ഉണ്ണിക്കണ്ണൻ. നമുക്ക് ഉണ്ണിക്കണ്ണനോട് ചോദിക്കാം എന്താണ് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാം. ചേച്ചി നമസ്കാരം. ഇന്നത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ലോകത്തുള്ള മലയാളികൾ എമ്പാടും മറ്റുള്ള ഭാഷകളിലും ഇന്ന് പുലിക്കളി എന്ന് പറഞ്ഞ ആർപ്പോ ഇറോ ഇറോ ആർപ്പോ ഇറോ ഇറോ ആർപ്പോ ഇറോ ഇറോ ഇങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും മലയാളികൾക്കും ലോകമെമ്പാടും എല്ലാവർക്കും സന്തോഷമാണ്. ഇന്ന് ഞാൻ വർക്കൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ പ്രസാദേട്ടൻ വന്ന് വിളിച്ചു. ഇന്ന് ജീവിതത്തെ ഏറ്റവും വലിയ ഹാപ്പിയുള്ള ദിവസമാണ്, സന്തോഷമാണ്. ആദ്യമായിട്ടാണോ ഉണ്ണിക്കണ്ണൻ ഈ ഒരു വേഷം കേട്ടുന്നത്? അതെ അതെ, 4-5 പ്രാവശ്യം പുലിക്കളി വേഷം ഇടുന്നു. ഈ വർഷം ആദ്യമായിട്ടാണ്. ആ, എങ്ങനെയുണ്ട് ആദ്യമായിട്ട് കെട്ടുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ വേദന ഈ തടി വെച്ചിട്ട് ആൾക്കാർ പലതും പറഞ്ഞു ഉണ്ണിക്കണ്ണം പണിക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ഉണ്ണിക്കണ്ണം എല്ലാ പണി എടുക്കുക, എൻ്റെ കുടുംബം നോക്കി ഞാൻ പണിക്ക് പോകേണ്ട കിട്ടുന്ന പണിക്കൊക്കെ പോകും. എന്നിട്ടാണ് പല ആൾക്കാരും പലതും പറയും. അപ്പോൾ ആർക്കെങ്കിലും തടിയ വിഷമമുണ്ടെങ്കിൽ ആരെങ്കിലും പലതും പറയും. നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് കുറേ കരയേണ്ടവരും വേദനിക്കേണ്ടവരും റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങേണ്ടവരും ഭക്ഷണം ഉണ്ടാവില്ല. നിങ്ങളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച പൗലോ കൊയ്ലോ സാറ് പറയുന്ന പോലെ പ്രകൃതിയും ദൈവവും കൂടെ നിൽക്കുക. നിങ്ങൾ കരയണം. നിങ്ങൾക്കൊരു ഒരു പ്രശ്നം വരുമ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുക. ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിൽ തരണം ചെയ്ത് നിങ്ങൾ ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിശാലമായി സ്വർഗമായിരിക്കും നിങ്ങൾക്ക് ദൈവം തരുന്നത്. അപ്പം എന്തെങ്കിലും സങ്കടമൊക്കെ പെട്ടാലേ കരയാതെ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ദൈവം തരും. അതിൽ നമ്മൾ കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് തരുന്ന സ്വർഗത്ത് എന്താണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് വിജയ് സാറിനെ ഒന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ ആൾക്കൂട്ടത്തിനിടയിൽ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ എന്താ? സത്യത്ത് ഞാൻ പ്രസാദേട്ടൻ വിളിച്ചിട്ട് മലപ്പുറത്ത് കോളേജിൽ പോയി. അവിടെയുള്ളവരിൻ്റെ ഒരു സന്തോഷം. തിരുവനന്തപുരം പോയി, വീട്ടിൻ്റെ അവിടെ നന്മാറ അയിലൂര് പറയും. അവിടെ പോയപ്പോൾ മാസ്ക് ഇട്ടിട്ട് വന്നാൽ മതി. ആ ആളുടെ ഇടയിൽ മാസ്ക് ഊരിയപ്പോൾ എല്ലാവരും വന്ന് സെൽഫി എടുക്കലും വിശേഷങ്ങൾ ചോദിക്കലും വിജയണ്ണൻ്റെ കാര്യങ്ങൾ ചോദിക്കും. ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ തെറിയായിരുന്നു എന്നെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവരിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ണിക്കണ്ണ പറയുമ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോ കൊടുക്കുക. വീട്ടിൻ്റെ അവിടെയാണെങ്കിലും ഞാനങ്ങനെ വീട്ടിൻ്റെ അവിടെ ഒരു പള്ളിൻ്റെ അവിടെ ഒന്നും അടിച്ചു വാരി പുല്ലൊക്കെ വലിച്ച് മെഴുകുതിരി കത്തിച്ച് അവിടെ ഇരുന്നിട്ട് ഞാൻ ദിവസം അവിടെ ഇരുന്ന് കറിയാം. എനിക്ക് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇരുന്നിട്ട് ഞാൻ ഇത്രയും ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ വീഡിയോകൾ കണ്ടു വരുമ്പോൾ സത്യത്തിൽ മനസ്സ് തകർന്നു പോയി. അത്രയും ഞാൻ സങ്കടപ്പെട്ടൊരു വ്യക്തിയാണ്. വിജയണ്ണൻ്റെ ഫോട്ടോ തൂക്കിയിട്ട് നടക്കുമ്പോൾ പല ആൾക്കാരും പലതും പറഞ്ഞു. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മൻസൂറാണ്, തിരുവനന്തപുരം. പിന്നെ മായ ചേച്ചിയും കൃഷ്ണകുമാർ സാറിന് തന്മയിൻ്റെ ഇപ്പോൾ ചെന്നൈയിൽ കേക്ക് മുറിക്കാനും മൻസൂർ തന്നു. അവൻ ഒരുപാട് ബുദ്ധിമുട്ടിലും കഷ്ടപ്പെട്ടിലാണ്. പിന്നെ അവനറിയാം എൻ്റെ വേദന എന്താണെന്ന്. ഇപ്പം എറണാകുളത്തും കേക്ക് മുറിക്കാൻ പൈസ തന്ന മൻസൂറാണ്. അപ്പൊ രണ്ടുപേർക്ക് തമിഴിൽ ഇപ്പൊ ഈ വിജയുടെ ഫോട്ടോസ് തൂക്കി ഇങ്ങനെ നടക്കുമ്പോ വീട്ടുകാരെന്താ പറയാ? വീട്ടുകാർക്ക് അറിയാം ഉണ്ണിക്കണ്ണൻ എന്താണെന്ന്. ഉണ്ണിക്കണ്ണൻ പണിക്ക് പോകും, കിട്ടുന്ന പണിക്ക് പോകും, ഒരു മോശ പ്രവൃത്തിയും ചെയ്യില്ല. ഇതെന്റെ ആഗ്രഹമാണെന്ന് അവർക്കറിയാം. വലിയ കാശുള്ളവർക്ക് നടക്കണില്ല, പിന്നെ എന്നെ പോലെ പാവങ്ങളിൽ ആര് സഹായിക്കാനാ? ഇപ്പൊ വലിയ വലിയ പടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എല്ലാ പണിക്കും ഞാൻ പോകും ചേച്ചി. ഇപ്പം വിജയെ കാണുക എന്നുള്ളതല്ലാണ്ട് ഉണ്ണിക്കണ്ട മറ്റൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അതെന്താണ്? മറ്റുള്ള സ്വപ്നം പറഞ്ഞാൽ എല്ലാ പണിക്കും പോവുക, സിനിമയിൽ അഭിനയിക്കുക. എനിക്ക് തമിഴും മലയാളം അറിയുള്ളൂ. ഇത് കാണാൻ തമിഴിലാണെങ്കിൽ മലയാളം ഡയറക്ടർ, നടന്മാർ, സംവിധായകന്മാർ, നടീനടന്മാർ എന്നെ കൊണ്ട് ഒരു ദേഷ്യവും വേണ്ട. എനിക്ക് വിജയണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്. പിന്നെ ഇത് കഴിഞ്ഞ് നാളെ വരെ പണിയുണ്ടെന്ന് നോക്കണം. അടുത്ത സിനിമ കിട്ടി അഭിനയിക്കണം. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് എതിർപ്പുകളും ഇപ്പൊ പറഞ്ഞു, നേരത്തെ പറഞ്ഞു തെറിവിളികളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ എന്താ വിമർശനങ്ങൾ വിഷമിപ്പിക്കാറുണ്ടോ? അത് ഭയങ്കര വിഷമിക്കുന്നുണ്ട് ഇപ്പൊ. പക്ഷെ അവര് ആ പറഞ്ഞത് കുറച്ചു പേരെ പറയണല്ലോ കേട്ടാ. ബാക്കി തന്നെ ചങ്ക് പോലെ ഒരു ഒരു കുടുംബത്തെ ഒരു മോനായി, ചേട്ടനായി, എന്നെ ഒരു സ്വന്തം ഒരു വീട്ടിലൊരു പെങ്ങന്മാരിൻ്റെ ഒരു ആങ്ങളയായിട്ട് അവർ സ്വന്തം എന്നെ ചേർത്ത് പിടിക്കുന്നതാണ് എൻ്റെ ബലം. ഞാനൊരു അവരിൻ്റെ ഒരു നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് എന്നെ നോക്കുന്നത്. അതെൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഇപ്പോ വിമർശകരോട് എന്താണ് പറയാനുള്ളത്? അതും ഈ ഒരു പുലികളിയുടെ വേഷം കെട്ടിയിരിക്കുമ്പോൾ ഒരു പുലിയായിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരല്ല,
അവരെൻ്റെ സഹോദരങ്ങളെ കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഉണ്ണിക്കണ്ണനെ വിജയിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ തൃശ്ശൂർ നഗരിയിൽ നമ്മളൊരു തകർക്കും. അപ്പം എല്ലാവരും വരിക, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് കാണുക, അടിച്ച് പൊളിക്കുക. പിന്നെ എൻ പേര് ഉണ്ണിക്കണ്ണൻ വിജയണ്ണ, எனக்கு உங்களோட பார்க்க ஆசையாக இருக்குது. நான் கேரளா திருவனந்தபுரம் வந்தேன், சென்னையில் வந்தேன். இந்த முடியும் தாடியெல்லாம் உங்களுக்கு ஒரு வேண்டுதலை மாதிரி எனக்கு உங்கள் கூட நடிக்கணும் தானே. டயலாக் ஒன்றும் பண்ணாத, ஸ்க்ரீனில் பின்னாடி நின்னால் போதும். ஒரு தம்பி போல ஒரு உதவி ஒன்று விஜயண்ணே. எனக்கு காசு இல்லை, வசதி உள்ளவருக்கே முடியல, പിന്നെ എന്നെ പോലെ ഒരു ഏളയ്ക്ക് എപ്പിടിയാണ് முடியும் എന്നെ. ഇപ്പം പുലികളിയുടെ ചിത്രത്തിന് പകരം വിജയണ്ണന്റെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഏത് സിനിമയുടെ ക്യാരക്ടർ വരയ്ക്കും? അങ്ങനെ ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, അനിയത്തിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്. ഇവരിന് എല്ലാവരും ഒരേപോലെ ഇഷ്ടമല്ല. അപ്പോൾ വിജയണ്ണൻ്റെ ആണെങ്കിൽ മറ്റുള്ള ഭാഷ എനിക്ക് എല്ലാ ക്യാരക്ടറും ഇഷ്ടമാണ്. ഏത് വരച്ചാലും ഉണ്ണിക്കണ്ണൻ, വിജയണ്ണ, ഉമ്മ, ഐ ലവ് യു എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഈ ദേശം ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുലികളിക്ക് തകർക്കുക.